രാവിലെ നേരത്തെ തന്നെ എണീറ്റുട്ടോ. വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പള്ളി പോവാൻ റെഡിയായി. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഫുൾ കൈയുള്ള ഈ ടീഷർട്ടും പാവാടയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ വന്ന് ചായ വെച്ചു കേട്ടോ. രാവിലെ നല്ല മഴയായതുകൊണ്ട് റബ്ബർ വെട്ടാൻ പോയ പപ്പ രാവിലെ തന്നെ തിരിച്ചു വന്നു. കൂടെ വടയും കൊണ്ടുവന്നു. ഇന്നപ്പോ ചായയും വടയും രാവിലെ അകത്താക്കി. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ മുറ്റത്തൊക്കെ നിറച്ചും വെള്ള. മഴ പെയ്തോണ്ടേയിരിക്കാം, നിക്കണില്ല. പിന്നെ വേഗം റെയിൻകോട്ട് എടുത്തിട്ട് പള്ളിയിൽ പോകാൻ റെഡിയായി. പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പുട്ടും പഴമായിരുന്നു രാവിലെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെറിയ പണികളിലേക്ക് കടന്നു. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും ഒരു 11:30-12 മണിയായി. അപ്പോ പപ്പയുടെ ചേട്ടൻ, അതായത് വലിയപ്പ വിളിച്ചിട്ട് പുറത്തേക്ക് പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഇലക്ട്രിസിറ്റി ഓഫീസിലും എന്റെ വണ്ടി ശരിയാക്കാനുമായിട്ട് പോയി. രണ്ട് കാര്യവും നടന്നില്ല. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. വണ്ടി നേരെയാക്കാൻ കൊടുത്തോ പാർട്സ് വന്നിട്ടില്ലെന്നും പറഞ്ഞു. പപ്പയുടെ ഷർട്ട് തയ്ക്കാൻ കൊടുത്തത് മേടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വൈകിട്ട് ഷോപ്പിൽ പോയി. അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഒരുമാതിരി ദിവസമായിരുന്നു എനിക്ക്. രാത്രി പപ്പയായിരുന്നു എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, എന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് പണി മുടക്കി റോട്ടിലിരിക്കാണ്. ഇനിയിപ്പോ അത് നേരാക്കാണ്ട് രാത്രിയത്തെ എന്റെ സഞ്ചാരം നടക്കില്ല. അതുകൊണ്ട് പപ്പയാണ് ഇന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.